عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على من لا نبي بعده. നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ താളമായ തുടിപ്പായ നമ്മുടെയൊക്കെ സ്നേഹഭാജനമായ പുണ്യ ഹബീബിൻ്റെ അപദാനങ്ങൾ പാടാനും പറയാനും ആസ്വദിക്കാനുമായി ഇവിടെ എത്തിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പ്രവാസിയായ എനിക്ക് ഈ റബീഇൻ്റെ മധുര മനോഹര രാവിൽ നിങ്ങളോട് സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവേ, ലക്കൽ ഹംദ് വലക്കൽ ശുക്ർ, ലക്കൽ ഹംദ് വലക്കൽ ശുക്ർ യാ റബ്ബ്. 42 years ago, 42 വർഷം മുമ്പാണ് ആദ്യമായിട്ട് എനിക്കൊരു നബിദിന പരിപാടിയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അന്ന് 2ാം ക്ലാസ്സിലാണ്. ഇവിടെ മദ്രസ അല്ല, നമ്മളെ ബ്രാഞ്ച് മദ്രസകൾ ആറകാട്ടമ്പൽ മദ്രസയില്ല, ചേളാരി മദ്രസയല്ല, പാറമ്മൽ മദ്രസയല്ല, എവിടെയും മദ്രസയല്ല. സെൻട്രായിട്ട് പഠിക്കൽ ഒറ്റ മദ്രസയേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അവസരം കിട്ടി. അന്ന് ഞാൻ 2ാം ക്ലാസ്സിലാണ്. അങ്ങനെ ഇന്നത്തെ പോലെ നബിദിനത്തിൻ്റെ ഘോഷയാത്ര ഒരു ദിവസവും കലാപരിപാടികൾ മറ്റൊരു ദിവസം എന്നുള്ള ആ കീഴ്വഴക്കം അന്നില്ല. അന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് ഒരു ദിവസം, ഘോഷയാത്ര ഒരു ദിവസമാണ്. അപ്പം ഞാൻ ചെറുതാണ്, 2ാം ക്ലാസ്സിലല്ലേ. ഇന്നത്തെ പോലെ ഈ അൺഎയ്ഡഡ് സ്കൂളുകളോ സെൽഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും അന്നില്ല. അതുകൊണ്ട് തന്നെ മദ്രസയിൽ ഫുള്ള് കുട്ടികളായിരിക്കും. അപ്പോൾ രാവിലെ ഘോഷയാത്ര ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 12 മണി കഴിച്ചിട്ടുണ്ട് എൻ്റെ പേര് വിളിച്ചപ്പോൾ. അപ്പോൾ അന്ന് ഞാൻ കസാലയിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ ആരോ പറഞ്ഞത് എൻ്റെ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. അപ്പം എന്നെ ആരോ എടുത്തിട്ട്, ചെറുതല്ലേ, എടുത്തിട്ട് നല്ല സ്റ്റേജിൽ കൊണ്ടുവന്നു. അപ്പം അന്ന് ഈ പാൻറ് ഇത്ര പോപ്പുലർ അല്ല, എല്ലാവരും തുണിയാണ് കൊടുക്കുക. ഞാനും തുണിയാണ് കൊടുത്തിട്ടുള്ളത്, പോളിസ്റ്ററിൻ്റെ തുണിയാണ്. അപ്പം ഈ എൻ്റെ ഉറക്കും അതേപോലെ ഈ എടുക്കലും ഒന്നായിട്ട് ആപ്പിൻ്റെ തുണി ഒരു തീരുമാനമാണ് ഏറെക്കുറെ. പക്ഷെ ഞാൻ എന്ത് ചെയ്തറിയാം, നേരെ സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വന്ന് അവിടെ എത്തിയപ്പോൾ തുണി ഏറെക്കുറെ അഴിഞ്ഞു വീണ്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിരുന്നു, സ്റ്റേജിൽ കയറിയാൽ ആന കുലുങ്ങിയാൽ ഇജ്ജ് കുലുങ്ങിയത് പാട്ട് പാടിക്കൊണ്ട് വേറെ ഒന്നും ഇജ്ജ് നോക്കണ്ടാറില്ലേ. ഞാൻ കൈ കെട്ടി പാട്ടാട് പാടാൻ തുടങ്ങി, തുണി താഴെയാണ്. അങ്ങനെ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മളോട് മരണപ്പെട്ട നമ്മളെ മഹല്ല് സെക്രട്ടറി ആയിരുന്ന നമ്മളെ PK ബാമുസ്ലിയാർ മൂപ്പര് തുണി എടുത്തു തരുന്നു, ഞാൻ കയ്യും കെട്ടി പാട്ട് പാടുന്നു. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, ജസ്റ്റ് ഫോർ മീ, ഞാൻ ആ പാട്ടൊന്ന് പാടുകയാണ് കേട്ടോ. ഞാൻ പാട്ടുകാരൊന്നുമല്ല. തെക്കിബീറിനാഥമിത മുഴക്കിടുന്നേ, ഞങ്ങൾ തസ്ലീമിനെ ബിയാറിൽ ഉരത്തിടുന്നേ, മൻഷുലുമിന് സ്വാഗതമേ എന്നും മീലാദ് ദീനത്തിന് ഭാവുകമേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പാട്ട്. അത് കഴിഞ്ഞ് ഞാൻ 3ാം ക്ലാസ്സിലേക്ക് പാസ്സായി. അപ്പോഴാണ് ഈ മദ്രസ തുടങ്ങുന്നത്. അങ്ങനെ എന്നത്തെയും സൂപ്പർ സീനിയേഴ്സ് ആയിരുന്നു ഞങ്ങളെ ബാച്ച്. അന്ന് ഞാൻ 3ാം ക്ലാസ്സിലേക്കായി. 3ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ 4ാം ക്ലാസ്സിലേക്ക് ഞാൻ പാസ്സായപ്പോൾ ഇവിടെ മദ്രസയിലെ 3 പേരെ ഇവിടെ ഉള്ളായിരുന്നു. 4ഉം 5ഉം വീണ്ടും ഞാൻ പഠിക്കലാണ്. അങ്ങനെ പിന്നെ അന്ന് നബിദിനത്തിലേക്ക് എല്ലാ പരിപാടികൾക്കും ഞാൻ സ്ഥിര സാന്നിധ്യമായിരുന്നു. അന്ന് എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കണ്ണൂർ ഒരു ചെറിയ മോന് 16-17 വയസ്സുള്ള ഒരു കുട്ടി ഉമ്മയെ വെട്ടിക്കൊന്നു. എൻ്റെ ആ നബിദിനത്തിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എൻ്റെ ആ കഥാപ്രസംഗത്തിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ദാഹവും മോഹവും ഒട്ടേറെ നൊമ്പരം സഹിച്ച്, ഊണും ഉറക്കവും സുഖസന്തോഷം ത്യജിച്ച്, പാലൂട്ടി പോറ്റിയ ഉമ്മയെ പൊന്നുമോൻ വധിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാതാക്കൾക്കൊരു താക്കീതാണ്. മദ്രസയിലാക്കാത്ത കുട്ടികൾ, മദ്രസന് പ്രാധാന്യം നൽകുന്ന കുട്ടികൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിച്ചോളി. ഉമ്മമാരെ നിങ്ങൾ കേട്ടിടണം, മതവിജ്ഞാനം മക്കൾക്ക് നൽകിയിടണം. ധാർമ്മിക ബോധം പകർന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരാകും ഈ പാവങ്ങൾ, നാളെ നിങ്ങൾക്കെതിരാകും ഈ പാവങ്ങൾ. അതുപോലെ അന്നത്തെ ഒരു ഒരു പെണ്ണുങ്ങൾക്കൊരു സ്റ്റൈലായിരുന്നു. ഒരു സാരി,
അതിൻ്റെ ചെറിയൊരു തുമ്പോട്ട് തലയിൽ പകുതി മാത്രം ഇടും, ഒരു കുഞ്ഞി ബ്ലൗസ്, എന്നിട്ട് അവരത്തൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് നടക്കുക. അപ്പം അതിനെ ട്രോളിയിട്ട് അന്നത്തെ പരിഷ്കാരി പെണ്ണുങ്ങൾ, അന്ന് ഈ പർദ്ദ ഇത്ര പോപ്പുലർ അല്ല, അപ്പം അതിനെ ട്രോളിയിട്ട് ഏതാനും ചില വരികളുണ്ടായിരുന്നു, ഞാൻ അവിടെ പാടാം. തലമുടി വെളിയിൽ അയച്ചിട്ട് നടക്കും തരുണികളെമ്പാടും നാട്ടിൽ, തടിയുടെ മിടുക്കും കുടയുടെ ചൊറുക്കും അയച്ചിട്ട് വിളയാടും. അരമുയം തുണിയിൽ അടിച്ചിട്ട ബ്ലൗസിൽ അരവയർ കാട്ടുന്നേ പെണ്ണ്, അരക്കെട്ട് കുലുക്കി അന്യരെ നോക്കി അവളത വിലസുന്നേ. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും നമ്മുടെ ഇന്നലകളിലെ സന്തോഷങ്ങളിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോഴൊക്കെ ഞാൻ ഈ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ അലട്ടുന്ന വലിയൊരു ദുഃഖമുണ്ട്. അതെന്താണെന്നറിയോ? ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇന്നലകളിലേക്ക് നമ്മുടെ ഓട്ടപ്രദക്ഷിണം നടത്തുമ്പോൾ അദമ്യമായ, ഉത്കടമായ, അവാജ്യമായ, അനിർവചനീയമായ സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സങ്കടം, അന്ന് എനിക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്ന, അന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, അന്ന് ഞാൻ പാട്ട് പാടി വരുമ്പം, കഥാപ്രസംഗം അവതരിപ്പിച്ച് വരുമ്പം, പ്രസംഗിച്ച് വരുമ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞിരുന്ന പകുതിയിലധികം ആളുകളും ഇന്ന് പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാണ്. നമുക്കറിയില്ല അവരവസ്ഥ എന്താണ്, അവരവസ്ഥ എന്താ നമുക്കറിയില്ല. അവർ അദാബ് അനുഭവിക്കാനോ സ്വർഗീയ സുഖം അനുഭവിക്കാനോ നമുക്കറിയില്ല. നമുക്കൊരു ഓപ്ഷൻ ഇല്ല തിരിയാനും വേണ്ടിയിട്ട്. മരണം അതൊരു പ്രതിഭാസമാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, 25 വർഷം മുമ്പ്, സമയം കൂടാണെങ്കിൽ എന്നോട് ഇൻഫോം ചെയ്യണേ, സമയം കൂടാണെങ്കിൽ 25 വർഷം മുമ്പ് എൻ്റെ ഉപ്പാക്ക് ചെസ്റ്റ് പെയിൻ വരികയാണ്, ഹാർട്ടിന് വേദന വരികയാണ്, നെഞ്ചുവേദന വരികയാണ്. ഞങ്ങൾ നേരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രി ഉണ്ടായി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ ECG എടുത്തു. അന്ന് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒന്നുമില്ല. ECG എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു വേരിയേഷൻ ഉണ്ട്, നല്ല വേരിയേഷൻ ഉണ്ട്, മേജർ അറ്റാക്കാണ്, ഇമ്മീഡിയറ്റ്ലി ICUയിലേക്ക് മാറ്റണം. നുറുങ്ങുന്ന ഹൃദയത്തോടെ, പൊള്ളുന്ന വേദനയോടെ ഞങ്ങൾ ഉപ്പാൻ ICUയിലേക്ക് മാറ്റുകയാണ്. ICUയിലേക്ക് മാറ്റുമ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരുന്നിട്ട് ആരെങ്കിലും ICUവിൻ്റെ ഡോറ് തുറക്കുമ്പോൾ മെല്ലെ പോയി ചോദിക്കും എങ്ങനെയുണ്ട് ഉപ്പാക്ക്, 4-ാം ബെഡിൽ കിടക്കുന്ന AP മൊയ്തീൻ മുസ്ലിയാർ എങ്ങനെയുണ്ട് പറയും. ചിലപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ബെറ്ററാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ വരും, ഉടനെ പോയി ചോദിക്കും എങ്ങനെയുണ്ട് അവസ്ഥ ഡോക്ടർ, എങ്ങനെയുണ്ട്, മാറ്റമുണ്ടോ. അങ്ങനെ 4 ദിവസം ICU കിടന്നു. 6-ാമത്തെ ദിവസം ഉപ്പാനെ മറ്റൊരു റൂമിലേക്ക് മാറ്റിയാണ്. അതേതാണെന്നറിയോ? അത് ഖബറാണ്. പൊള്ളുന്ന വേദനയോടെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് 3 അടി മണ്ണ് വാരിക്കെട്ടിട്ട് തസ്ബീത്തും തസ്ബീഹും വളരെ വിനീത ഹൃദയരായി ഞങ്ങൾ തിരിച്ചു പോകും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത മാനസിക വേദന, മെല്ലെ പിന്നെയും ഉപ്പാൻ്റെ ഖബറിലേക്ക് ഒന്ന് പോയി നോക്കി. അദമ്യമായ ആഗ്രഹമുണ്ട്, എന്താണ് ഉപ്പാൻ്റെ അവസ്ഥ ഖബറിൽ എന്നറിയാൻ. അതോടൊന്നും കൂടെ മെല്ലെ പോയി നോക്കി ഖബറുകൾ. പക്ഷേ അവിടെ എനിക്ക് വിവരം തരാണ്ട് അറ്റൻഡർ ഇല്ല, നേഴ്സില്ല, ഡോക്ടറില്ല, മുട്ടാൻ വാതിലുമില്ല. എനിക്കൊന്നും അറിയില്ല എൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്, ഉപ്പ ഖബറിൽ എന്താണ് ഉപ്പാൻ്റെ അവസ്ഥ എന്നുള്ളത്. ലൈസൽ ഗരീബു ഗരീബു الشامി വൽ യമനി ഇന്നൽ ഗരീബ ഗരീബുൽ ലഹ്ദി വൽ കഫനി. സിറിയക്കാരനോ അല്ലെങ്കിൽ യമനോ അതൊന്നും അല്ല വിചിത്ര ലോകം. വിചിത്ര ലോകം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഖബറാണ്, അത് കഫംപുടയാണ്, അത് വിചിത്രമാണ്. നമുക്കറിയില്ല എന്താണ് ആ ലോകം, എങ്ങനായിരിക്കും നമ്മുടെ ലോകം എന്ന് കവി വേദനയോടെ പാടുകയാണ്. എൻ്റെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് മാലിക് യൗമിദ്ദീൻ, നമ്മളെല്ലാ ദിവസവും ഫാത്തിഹ ഓതാറുണ്ട്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന് അധിപനായ അല്ലാഹ്, പ്രതിഫല ദിവസത്തിന് അധിപനായ തമ്പുരാന്. ആ പ്രതിഫല ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഇന്ന് ഈ ഇൻസ്റ്റാഗ്രാം അഡിക്റ്റഡ് ആയിട്ടുള്ള, സോഷ്യലി
ഐസൊലേറ്റഡ് ആയിട്ടുള്ള പുതിയ തലമുറക്ക് ഒരു 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 സോഫ്റ്റ് മെറ്റീരിയലിസം, ഒരു മൃദു ഭൗതികവാദം, ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടതുള്ളൂ. ഈ ഭൂമി, ആകാശം, ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇനി മരിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു സിറാത്ത്, ഒരു സ്വർഗം, ഒരു നരകം, എനി പോസിബിലിറ്റി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു ഇപ്പം സൃഷ്ടിച്ചു വെച്ചതിൻ്റെ 1% പോലും നമുക്കറിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള 1% കുറിച്ച് പോലും മോഡേൺ സയൻസിന് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ നിങ്ങളോട് ചെറിയൊരു ഉദാഹരണം പറയും. നിങ്ങൾക്കറിയോ, മോഡേൺ സയൻസ് പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻസ്, പേര് നോക്കൂ നിങ്ങൾ, പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻസ്, സൃഷ്ടിപ്പിന്റെ തൂണുകൾ എന്നതിൻ്റെ അർത്ഥം. ഇതവിടെ ഉള്ളത് എന്നറിയോ നിങ്ങൾക്ക്? 7000 പ്രകാശവർഷം അകലെ. എന്തുകൊണ്ടാ ശാസ്ത്രം അതിനെ പേര് വിളിക്കുന്നതെന്നറിയോ? സഫീർ നേരം പുള്ളിൻ്റെ പറഞ്ഞ എന്തുകൊണ്ടാ പേര് വിളിക്കുന്നതെന്നറിയോ? പ്രപഞ്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് പില്ലറാണ്, ബാക്ക് ബോൺ ആണത്. അതുകൊണ്ട് അതിനാ പേര് വിളിക്കാൻ കാരണം. അത് ഭൂമിയിൽ എത്ര അകലെ അറിയോ നിങ്ങൾക്ക്? ഭൂമിയിൽ എത്ര അകലെ അറിയോ? 7000 പ്രകാശവർഷം അകലെ. എൻ്റെ പുതിയ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെറ്റീരിയലിസത്തിനോട്, എത്തിസത്തോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ചിന്തിക്കുക, 7000 കിലോമീറ്റർ പ്രകാശവർഷത്തിൻ്റെ വേഗത എത്ര അറിയോ? 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് സ്പീഡ്. ഉദാഹരണത്തിന് ഞാൻ ഈ ഇത് നീക്കിയിട്ട്, ഈ ദാർപ്പായ അങ്ങോട്ട് നീക്കിയിട്ട് ഇവിടുന്ന് ഞാൻ ചന്ദനിലേക്ക്, അമ്പിളിയാമലിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ടോർച്ചടിച്ചാൽ 1.3 സെക്കൻഡ് വേണ്ട. അതിൻ്റെ മുമ്പ് ഞാൻ അടിച്ച ഈ ടോർച്ച് ലൈറ്റ് ചന്ദ്രനിലെത്തും. കാരണം 4 ലക്ഷത്തോളം കിലോമീറ്റർ ഇവിടെ ദൂരമുള്ളൂ. അപ്പോൾ 1.5 സെക്കൻഡ് മതി ഞാൻ അടിക്കുന്ന ടോർച്ച് ലൈറ്റ് അതിലെത്താൻ. ഇനി ഞാൻ സൂര്യനിലേക്ക് അടിക്കുകയാണെങ്കിലോ, സൂര്യൻ 15 കോടിയോളം കിലോമീറ്റർ അപ്പുറത്താണ്. 15 crore, 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യനുള്ളത്. ഞാൻ ആ സൂര്യനിലേക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഒന്ന് ടോർച്ച് അടിച്ചാൽ 8.5 മാക്സിമം 8.5 മിനിറ്റ് മതി. 8.5 മിനിറ്റ് കൊണ്ട് ഞാൻ അടിച്ച ഈ ലൈറ്റ് 15 കോടി കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യനിലെത്തും. സൂര്യനിലെത്താൻ വേണ്ടത് 8.5 മിനിറ്റ് മതി. 15 കോടി കിലോമീറ്റർ അപ്പുറം, അതാണ് പ്രകാശത്തിൻ്റെ വേഗത. എന്നാൽ ഞാൻ പറഞ്ഞ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻസ്, അവിടെ ഞാൻ അടിച്ച ഒരു ടോർച്ച് ലൈറ്റ് എത്തണമെങ്കിൽ 7000 കൊല്ലം വേണം. ഞാൻ ഇവിടെ നിന്നൊരു ടോർച്ച് അടിച്ചാൽ 7000 കൊല്ലം വേണം അതിൻ്റെ ലൈറ്റ് അവിടെ എത്താൻ. ഭൂമിയേക്കാളും സൂര്യനേക്കാളും നമ്മളെ ഗാലക്സിയേക്കാളും 1000കണക്കിന് മടങ്ങ് വലുപ്പം. ശാസ്ത്രം അടുത്താണ് ഏറ്റവും നല്ലൊരു ബൈനോക്കുലർ ഉപയോഗിച്ച് അത് ഉണ്ട് കണ്ടുപിടിച്ചത്. നമുക്ക് മറ്റൊന്നിനെ കുറിച്ച് അറിയില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഇതൊക്കെ. ആ അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്. നമ്മളെ മടങ്ങേണ്ടതുണ്ട്. തമ്പുരാനെ, അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ തമ്പുരാൻ. ഇദാ ഫാറഖൽ ഫരീഖൈനി ഫരീഖുൻ ഫിൽ ജന്നതി വ ഫരീഖുൻ ഫിസ് സഈർ അല്ലാഹുമ്മ ജഅൽനാ മിൻ ഫരീഖിൽ ജന്ന. അല്ലാഹുവേ, ഇദാ ഫാറഖൽ ഫരീഖാനി, നീ ഞങ്ങളെ 2 വിഭാഗമായി തിരിക്കുമ്പോൾ, നീ 2 വിഭാഗമായി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ, ഫരീഖുൻ ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലുമായി നീ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ, അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഷഫീഇന്റെ ബറക്കത്ത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തമ്പുരാനെ, ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ ഫരീഖുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരികളിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.